ഹലോ എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ നയന പതുക്കെ പതുക്കെ ദേവയാനിയുടെ സ്നേഹമൊക്കെ തിരിച്ചറിയുകയാണ്. നയനയുടെ പിറന്നാളിന് ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കാനാണ് ദേവയാനി പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിനെല്ലാം മുൻപായി ഈ ചാനൽ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. മാത്രമല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നയനയും ആദർശിനെയും കാണിച്ചുകൊണ്ടാണ്. ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ് രണ്ടുപേരും. നയനെ, ഇനിയും വൈകിയാൽ ഓഫീസിലെത്താൻ ലേറ്റ് ആവും, പെട്ടെന്ന് വാ, ആദർശ് പറയുന്നു. ഇത് കേട്ട നയന മറുപടി പറയുകയാണ്, ദാ ആദർശേട്ടാ ഇപ്പോൾ വരാം. ആദർശേട്ടനൊരു കാര്യം ചെയ്യ്, താഴേക്ക് പൊക്കോ, ഞാൻ വന്നോളാം. അങ്ങനെ ആദർശ് താഴേക്ക് ഇറങ്ങി വരികയാണ്. പുറത്ത് ദേവയാനി നിൽപ്പുണ്ട്. ദേവയാനിയെ കണ്ടതും ആദർശ് ചെറുതായി ചിരിക്കുന്നു. ഓഫീസിൽ പോകാൻ നേരമായില്ലേ? നിന്റെ ഭാര്യ എവിടെ? സ്വന്തം കമ്പനിയാണെന്ന് കരുതി ലേറ്റായിട്ട് പോകാം എന്നാണോ അവളുടെ വിചാരം? ദേവയാനി ചോദിക്കുന്നു. ഇല്ല അമ്മേ, അങ്ങനെയല്ല. നയനയോട് ഞാൻ തന്നെയാണ് പറഞ്ഞത്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി. കമ്പനിയിൽ പോകാൻ തുടങ്ങി ഇത്രയും നാളായി, എന്നാൽ ഇതുവരെയായി നയനയ്ക്കൊരു ID കാർഡ് കൊടുത്തിട്ടില്ല. അതിന് രജിസ്റ്റർ ചെയ്യണം. അതിന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. അതെടുത്തപ്പോൾ ലേറ്റായി പോയതാ. ആ ശരി, കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം എന്ന് അവളോട് പറഞ്ഞേക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവയാനി അടുക്കളയിലേക്ക് പോവുകയാണ്. ദേവയാനി പോയതും നയന കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉള്ളൊരു ബാഗുമായി താഴേക്കിറങ്ങി വരുന്നു. താഴേക്കിറങ്ങി വന്ന ഉടനെ തന്നെ നയന പറയുന്നു, ആദർശേട്ടാ വാ പോകാം, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, ഇനിയും താമസിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പെട്ടെന്നുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ നയനയുടെ കയ്യിലുള്ള ബാഗിൽ നിന്നും ഒരു പേപ്പർ താഴെ വീഴുകയാണ്. എന്നാൽ ഇതൊന്നും കാണാതെ അവർ ഓഫീസിലേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ദേവയാനി അവിടേക്ക് വരുന്നു. വരുമ്പോഴാണ് ആ പേപ്പർ താഴെ കിടക്കുന്നത് ദേവയാനി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ആ പേപ്പർ എടുക്കുന്നു. അയ്യോ, മോൾ ഈ ഡോക്യുമെൻ്റ് പേപ്പർ കൊണ്ടുപോയില്ലേ? ഇനി എന്ത് ചെയ്യും? വിളിച്ചു പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത് ആദർശിൻ്റെ ഓഫീസിലെത്തിക്കാം. എന്നാൽ പെട്ടെന്നാണ് ദേവയാനി ആ പേപ്പറിലെ നയനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നത്. നയനമോളുടെ പിറന്നാളാണോ നാളെ? ഞാനതങ്ങ് മറന്നല്ലോ. എന്തായാലും ഇതെൻ്റെ കയ്യിൽ കിട്ടിയത് നന്നായി, ദേവയാനി ചിന്തിക്കുന്നു. നാളെ മോൾക്ക് എന്ത് സർപ്രൈസാണ് ഞാൻ കൊടുക്കുക? അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തന്നെ കൊടുക്കണം. നാളെ എന്തായാലും നല്ലൊരു സദ്യ വെക്കണം, പായസവും ഒക്കെ വേണം. രാവിലെ എന്തായാലും അമ്പലത്തിൽ ഒന്ന് പോകണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. അങ്ങനെ സദ്യയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവയാനി തലേന്ന് തന്നെ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന മുത്തശ്ശി ചോദിക്കുന്നു, എന്താ ദേവയാനി, നാളെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ? ആ, ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് നാളെ എന്ന് ദേവയാനി മറുപടി പറയുന്നു. മുത്തശ്ശി എന്തായാലും നാളെ അതറിഞ്ഞാൽ മതി. പിന്നീട് നമ്മൾ കാണുന്നത് ദേവയാനി അടുത്ത ദിവസം ആദർശിൻ്റെ റൂമിലേക്ക് രാവിലെ വരുന്നതാണ്. മോനെ, എന്നെ ഒന്ന് നീ അമ്പലം വരെ കൊണ്ടുപോകണം, ദേവയാനി പറയുന്നു. എന്താ അമ്മേ, എന്താ പറ്റിയേ? ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ? ആദർശ് ചോദിക്കുന്നു. അതെ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്, നീ പെട്ടെന്ന് വാ. എന്താ അമ്മ ഇന്ന് പ്രത്യേകത? ആദർശ് ചോദിക്കുന്നു. എനിക്ക് ഒരു കാര്യം രണ്ടാമത് പറയുന്നത് ഇഷ്ടമല്ല എന്ന് നിനക്കറിയാമല്ലോ. നിനക്കെന്നെ കൊണ്ടുവിടാൻ പറ്റുമോ ഇല്ലയോ? ദേവയാനി കയർത്ത് ചോദിക്കുകയാണ്. അമ്മ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ആ പിന്നെ നിൻ്റെ ഭാര്യയൊന്നും അറിയണ്ട എന്ന് ദേവയാനി പറയുന്നു. എന്നാൽ ഇതെല്ലാം നയന പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നയന മനസ്സിൽ ആലോചിക്കുന്നു, എന്നാലും അമ്മയ്ക്കിതെന്തായി പറ്റിയത്? ഇന്നെന്താ വിശേഷ ദിവസം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അടുത്തതായി നമ്മൾ കാണുന്നത് അമ്പലത്തിൽ നിൽക്കുന്ന ദേവയാനിയും ആദർശിനെയുമാണ്. അവിടെ വെച്ച് ദേവയാനി നയനയുടെ പേരിൽ വഴിപാടും പൂജയും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ട് ആദർശ് ഞെട്ടി നിൽക്കുകയാണ്. ഒന്നും തന്നെ ആദർശിന് മനസ്സിലാകുന്നില്ല. എന്താ പറയേണ്ടതെന്ന് തന്നെ ആദർശിന് അറിയില്ല. ഞെട്ടി നിൽക്കുന്ന ആദർശിനെ കണ്ട് ദേവയാനി ചോദിക്കുന്നു, എന്താ, എന്തു പറ്റി? സ്വന്തം ഭാര്യയുടെ പിറന്നാൾ നീ മറന്നോ? ഇന്നലെയാണിത് ഞാൻ അറിഞ്ഞത്. അതറിഞ്ഞതുകൊണ്ട് തന്നെ വെറുതെ മറച്ചു വെക്കാൻ തോന്നിയില്ല. അതുമാത്രമല്ല, ഞാൻ അത്ര ക്രൂരയൊന്നുമല്ല. ഇവളെ നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ, അല്ലാതെ അവളോട് എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇതെല്ലാം കേട്ട് ആദർശിന് ഒരുപാട് സന്തോഷമാകുന്നു. സ്വപ്നമാണോ കാണുന്നത് എന്ന് പോലും ആദർശ് ചിന്തിക്കുകയാണ്. അതെന്തായാലും നന്നായി അമ്മേ. ഓഫീസിലെ തിരക്കും കാര്യങ്ങളും കാരണം ഞാനും നയനയും അത് മറന്നു പോയിരുന്നു, ആദർശ് പറയുന്നു. ആ, ഇനി അതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, അല്ലാതെ അവൾക്ക് വേണ്ടിയൊന്നുമല്ല. അവളോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടക്കേട് തന്നെയാണ്, ദേവയാനി പറയുന്നു. എന്നിട്ട് കാറിലേക്ക് കയറുകയാണ്. എന്നാൽ ദേവയാനി പറഞ്ഞതെല്ലാം കേട്ട് ആദർശ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയാണ് കാറിലേക്ക് കയറുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുകയാണ്. തിരിച്ചെത്തിയ ഉടനെ തന്നെ ആദർശ് സന്തോഷം കൊണ്ട് നയനയുടെ അടുത്തേക്ക് ഓടി വരുന്നു. നയനെ, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ?
ഇന്ന് ഡേറ്റ് എന്താണെന്നറിയാവോ? ഇന്ന് നിന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നല്ലേ? എന്നാൽ എന്നെ ഇത് ഓർമ്മിപ്പിച്ചത് ആരാണെന്നറിയാവോ? നിന്റെ അമ്മായിയമ്മ. ആദർശ് പറയുന്നു. ഏ എന്താ ആദർശേട്ടാ ഇതെല്ലാം? അമ്മയോ? എന്തൊക്കെയാ ഈ പറയുന്നത്? നയനെ ചോദിക്കുന്നു. അതേടോ, ഇന്ന് രാവിലെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? അത് എവിടേക്കാണെന്നറിയോ? അമ്പലത്തിലേക്ക്. അതും നിന്റെ പേരിൽ വഴിപാട് കഴിപ്പിക്കാനായി. ഇതെല്ലാം കേട്ട് നയന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് നയനയുടെ അമ്മ കോൾ ചെയ്യുന്നത്. മോളെ, ഇന്ന് നിന്റെ പിറന്നാളാണ്. അമ്പലത്തിൽ പോകാൻ മറക്കല്ലേ. ഇല്ല അമ്മേ, ഞാൻ പറയുന്നത് കേട്ടാൽ അമ്മ വിശ്വസിക്കില്ല. എൻ്റെ അമ്മായിയമ്മയാണ് ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചത്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ അമ്മ കഴിപ്പിച്ചു. എന്താ മോളെ ഞാനീ കേൾക്കുന്നത്? ഇതൊക്കെ സത്യമാണോ? അതെ അമ്മേ, പഴയ പോലൊന്നും അല്ല ഇപ്പോൾ കാര്യങ്ങളിവിടെ. എല്ലാം ഒന്ന് കലങ്ങിത്തെളിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞ് നയന കോൾ കട്ട് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ജലജയുടെയും അനാമികയുടെയും ഒക്കെ മുൻപിൽ വെച്ച് ദേവയാനി നയനയ്ക്ക് 50 ലക്ഷം രൂപ വിലയുള്ളൊരു കാർ സമ്മാനം കൊടുക്കുന്നതാണ്. എന്നിട്ട് ദേവയാനി ഇങ്ങനെ പറയുന്നു. സ്വന്തം കമ്പനിയാണെന്ന് കരുതി നിനക്ക് കുറച്ച് ഉഴപ്പ് കൂടുന്നുണ്ട് നയനെ. എന്തായാലും ഈ കാറിൽ നിനക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇനി വേറെ പഴിയൊന്നും ചാരി നിൽക്കണ്ട. ഇതെല്ലാം കണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നാൽ അനാമികയ്ക്ക് മാത്രം ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. അനാമികയ്ക്ക് ദേഷ്യം വരുന്നു. ദേഷ്യത്തോടെ അവൾ അനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് അനിയോട് ഇങ്ങനെ പറയുന്നു. കണ്ടില്ലേ, ആ വൃത്തികെട്ടവൾ നയനയ്ക്ക് എല്ലാ വിധത്തിലുള്ള സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒരു മുട്ടായി പോലും ആരും വാങ്ങിച്ചു തരുന്നില്ല. ഇത് കേട്ട് മറുപടി അനി പറയുന്നു. ഏട്ടത്തിക്ക് അങ്ങനെ ഒരു പിറന്നാൾ സമ്മാനം കിട്ടിയെങ്കിൽ അതിനുള്ള യോഗ്യത ഏട്ടത്തിക്കുണ്ട്. നിന്നെപ്പോലല്ല ഏട്ടത്തി. ഹോ, എന്ത് പറഞ്ഞാൽ നിനക്ക് ഏട്ടത്തിയാണല്ലോ വലുത്. നീ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അനാമിക ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്നാൽ ഇതിന് മറുപടിയായി അനി പറയുന്നു. നിനക്ക് കാറിലല്ല, പകരം ഓട്ടോയിൽ പോകാനുള്ള യോഗ്യത പോലും ഇല്ല അനാമിക്ക്. അനിയുടെ ഈ വാക്കുകൾ കേട്ടതും അനാമികയ്ക്ക് ഒട്ടും തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ മറുപടിയായി പറയുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് അല്ലേലൊരു കാര്യമില്ല. എന്നിട്ട് അവിടുന്ന് കതക് തള്ളി തുറന്ന് അനാമിക പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നേരെ ചെന്നത് ജലജയുടെ അടുത്തേക്കാണ്. അനാമിക വരുന്നത് കണ്ടതും ജലജ പറയുന്നു. മോളെ, നീ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാ. നീ നല്ല കണക്കിന് അമ്മയച്ചനോടും അമ്മയമ്മയോടും പറയണം. ഭർത്താവിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്കും കമ്പനി നല്ലൊരു ജോലി വേണമെന്ന് പറ മോളെ. ഇതിന് മറുപടി അനാമിക പറയുന്നു. ആരോട് പറഞ്ഞിട്ട് എന്താ അപ്പച്ചി? എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ വല്യമ്മയുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ടല്ലേ ഒന്ന് പറഞ്ഞപ്പോഴേക്കും അവളെ പിടിച്ച് കമ്പനിയുടെ ഹെഡാക്കിയത്. പോരാത്തതിന് ദേ ഇപ്പം ഇങ്ങനൊരു സമ്മാനവും. എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്തായാലും അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അധികം നാൾ അവളെ ഇതൊന്നും ഞാൻ അനുഭവിക്കാൻ സമ്മതിക്കില്ല. അനാമിക പറയുന്നു. ഏ മോളെ, നീ എന്താ അങ്ങനെ പറയുന്നത്? എന്താ നീ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഉണ്ട്, അപ്പച്ചി വഴിയെ കണ്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനാമികയെ കാണിച്ചാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.